കോഴിക്കോട് ജില്ലയിൽ മഴക്കെടുതി വ്യാപകം. നടക്കാവിൽ വീട് തകർന്നു. അടിയോട്ടിൽ അജയകുമാറിന്റെ വീടാണ് കനത്ത മഴയിൽ തകർന്നത്. അജയകുമാറും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ജില്ലയിൽ മഴ ശക്തമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള നാശനഷ്ടങ്ങളും തുടരുന്നുണ്ട്. നടക്കാവിൽ വീടാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിലാണ്. അടിയോട്ടിൽ അജയകുമാറിന്റെ വീടാണ് തകർന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് ചുമര് പൂർണ്ണമായും അടർന്ന് വീണിരിക്കുകയാണ്. ഈ ബെഡിലേക്കാണ് വീണിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ഏത് സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്? 10-10:30 ഉണ്ടാവും. അപ്പോൾ സൗണ്ട് കിട്ടുമ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഉണ്ടായിരുന്നു. അങ്ങനെ കുത്തൊക്കെ കൊടുത്ത് നിർത്താനുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് വീണത്. ഈ വിള്ളൽ ഇപ്പോൾ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഫ്രണ്ടിലും കൂടിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ തൊട്ടടുത്ത റൂമിലാണ് ഉണ്ടായിരുന്നത്? ഇവിടെ നേരത്തെ റൂം തന്നെ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ രാത്രി ഞങ്ങൾ ഭാര്യയും 2 കുട്ടികളാണ്. ഇന്ന് അപ്പോഴാണ് സൗണ്ട് കേട്ടത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് നിൽക്കുകയാണ്. ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വാടകയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കാം വീട്. ഒരാളിപ്പോൾ വാടകയ്ക്ക് കൊടുക്കണ്ട വീട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സാധനമൊക്കെ അടുത്ത വീട്ടിലാണ് ഇപ്പോൾ വെച്ചത്. അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ഞാൻ സഹകരിക്കുക. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ ആലോചിച്ച് നിൽക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. അപ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഭക്ഷണവും പണിയൊക്കെ പോയി കിടക്കുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിനൊരു മാസത്തോളം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കളിക്കേണ്ടി വരും. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ കോർപ്പറേഷനൊക്കെ ആളുകൾ വന്നിട്ടോ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2 പെൺകുട്ടികളാണ്. 30 ലക്ഷം ബുദ്ധിമുട്ടുള്ള ആളാണ്. അതാണ് വീടിപ്പോൾ ഈ അവസ്ഥയിൽ വന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? വലിയ രീതിയിലുള്ള ഒരു ഇടിച്ചിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഭാഗത്തൊക്കെ വലിയ വിള്ളൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ എപ്പോൾ വേണമെങ്കിലും അടർന്ന് വീഴാവുന്ന ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഇപ്പോൾ തൽക്കാലം ഈ കുടുംബത്തെയൊക്കെ ഇവിടുന്ന് അവരുടെ അയൽവാസികളുടെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ സാധന സാമഗ്രികളും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സാധ്യമായ കാര്യമല്ല. വാസയോഗ്യമല്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇത് തകർന്നിരിക്കുന്നത്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഉണ്ടാകണം. അടിയന്തര സഹായം ലഭ്യമാക്കണം എന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1, കോഴിക്കോട്.